കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അവിശ്വാസം നിറഞ്ഞ ഈ ലോകത്ത് നാം ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നാം എപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ അല്ലെങ്കിൽ ചില പരീക്ഷണ ഘട്ടങ്ങൾ വരുമ്പോൾ നാം വിശ്വാസത്തിൽ തന്നെയാണോ എന്ന് നാം നമ്മെ തന്നെ ശോധന ചെയ്ത് നോക്കിയിട്ടുണ്ട്. നമ്മുടെ വിശ്വാസം ഏത് അളവിലാണ് എന്ന് ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളിൽ കൂടെ ശോധന ചെയ്ത് അറിയണം എന്ന് 2 കൊരിന്ത്യറിൻ്റെ ലേഖനം 13-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നു. അവിടെ പറയാണ്, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പിൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവിൻ. നിങ്ങൾ കൊള്ളരുതാത്തവർ അല്ല എന്ന് വരികിൽ യേശു ക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്ന് നിങ്ങളെ തന്നെ അറിയുന്നുവല്ലോ എന്ന്. അപ്പോൾ യേശു ക്രിസ്തു നമ്മളിൽ തന്നെ ഉണ്ട് എന്ന് നാം അറിയുന്നത് എങ്ങനെ എന്ന് വെച്ചാൽ നമ്മളിലുള്ള വിശ്വാസത്താൽ ആണ്. ആയതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രശ്നങ്ങളല്ല, ആ വരുന്ന പ്രശ്നങ്ങളുടെ മധ്യയിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ അളവ് എത്രയാണെന്ന് ദിനംപ്രതി നമ്മെ തന്നെ ശോധന ചെയ്തറിവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗ്ഗസ്ഥ പിതാവേ, ദൈവമേ, ഈ അനുഗ്രഹമായ ഈ സമയത്ത് കർത്താവെ, ഈ കേട്ട വചനത്തെ പോലെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും ദൈവമേ വരുന്ന പ്രശ്നങ്ങളുടെ മധ്യയിൽ ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ അളവ് എങ്ങനെയാണ് എന്നുള്ളത് നമ്മെ തന്നെ ശോധന ചെയ്തറിവാൻ നമ്മളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.